ഈ ഓവൻ എൽ ജിൻ്റെ ഓവനാണ് കേട്ടോ. ഇതാ എത്ര രൂപയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഇപ്പോൾ അതെന്ന് ചോദിക്കരുത്. ഇത്രയും സിസ്റ്റം അതിലുണ്ട്. അപ്പോൾ ഇത് നെറ്റിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ എൽ ജി കമ്പനിക്കാർക്കൊക്കെ അറിയുമായിരിക്കാം എത്രയാണെന്ന്. ഇതിനകത്ത് ഇത് വേണ്ട, ഇത് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പറയുന്നില്ല, എന്നാലും പറയാം. ചോറൊക്കെ ചൂടാക്കുക, മീൻസ് തണുത്ത ചോറില്ലേ, ചക്കക്കുരു ഫ്രിഡ്ജിലിരുന്നത് നമ്മൾ ചൂടാക്കിയതാണത്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് പരീക്ഷണം കേക്കൊക്കെ നടത്താറുണ്ട്. പിന്നെ ഇതിലെ ഡിഗ്രിയും കാര്യങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴാണ് ഞാനിത് കാണുന്നത് കേട്ടോ, എടുത്തപ്പോൾ. ഹെൽത്തി ഹാർട്ട് തന്തൂർ, ഇതിനകത്ത് ചിക്കനൊക്കെ തന്തൂർ ചിക്കനൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെയൊക്കെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് വെക്കേണ്ട കുറേ. ഇതിനകത്ത് എല്ലാ പാത്രങ്ങളും കയറില്ല, കുപ്പി പ്ലേറ്റുകളെല്ലാം കയറും കേട്ടോ. കുപ്പി പ്ലേറ്റുകളെല്ലാം കയറും. പിന്നെ ഇതിൽ വെക്കേണ്ട പാത്രങ്ങളുണ്ട്, അതൊക്കെ കയറും, അല്ലാത്തൊന്നും കയറില്ല. അയ്യോ, ഈ ഓവൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ നമ്മുടെ കാരണവൻ്റെ ഒരു ഭാര്യയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെറുപ്പുള്ള ഒരുത്തി. പക്ഷെ അന്നറിയില്ലായിരുന്നു ഇവളാണ് ഇത്രയും ബഹളം ഉണ്ടാക്കിയതെന്ന്. പിന്നെ കച്ചറ കൂടിയിട്ട് ഇതെന്തിനാ വാങ്ങിയതില്ലേ, ഇതൊരാവശ്യമില്ല. നമ്മളെ വീട്ടിൽ വാങ്ങിയിട്ട് ഇതല്ല, അവരുടെ വീട്ടിൽ വേറെ സംഭവമാണ്. ഇതേ കുറഞ്ഞ സാധനങ്ങളൊക്കെ എന്തിട്ടാ. പിന്നെ ഇത് വാങ്ങിയിട്ട് നമ്മളത് ഉപേക്ഷിക്കുക ചെയ്ത് നമ്മളെ അട്ടത്ത് കിടക്കുക, മീൻസ് സൺഷെയ്ഡ് വെറുതെ നമ്മൾ വേസ്റ്റ് സാധനങ്ങൾ ഇടില്ലേ, ഇതുപോലെ ഇവിടെയൊക്കെ പണ്ട് ഞാൻ കച്ചറ മുച്ചറയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അതിനകത്തോട്ട് കയറ്റി വയ്ക്കാൻ പറ്റും, അങ്ങനെ അവർ ഇടും എന്നാണ് പറഞ്ഞത്, മനസ്സിലായോ. ഒട്ടത്ത് കയറ്റിയിട്ടേക്കുക. പിന്നെ വെറുതെ തിരിച്ചു കൊടുക്കുക. ഇതിന് ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പം ഞാൻ ഒറ്റ കയ്യാലെ പിടിച്ചു തന്നു. അപ്പം ഇവിടെ എന്താണോ കാരണവന്മാരെന്താണോ പറഞ്ഞത് അതേ കേൾക്കുള്ളൂ. ഇവള് ബ്രെയിൻ വാഷ് ചെയ്യും, കാരണവന്മാർ ഇതാക്കും, ആ പൈസ ഇതാക്കും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത്ര പൈസയിലായിട്ടുള്ളൂ, അത്രയും പൈസ നമ്മൾ പിന്നെ തിന്നും കുടിച്ചും കളയുന്നത്. നമ്മൾ അടവിനെടുക്കുക അങ്ങനെയൊന്നുമല്ല, ഒരു പൈസ കൊടുത്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ മൂത്ത കാരണവന്മാർ എന്താണ് പറയുന്നത് അത് തന്നെ ബാക്കിയുള്ളവർ കേൾക്കുള്ളൂ. ഞാൻ എന്താക്കി, അന്ന് ഒറ്റ കാലിലങ്ങ് നിന്ന് എടുക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരുന്നേയും വാങ്ങാന്നുള്ള ഇതിൽ ഒറ്റ കയ്യാലം നിന്നിട്ട് അങ്ങനെ വാങ്ങി. കാരണം ഇവിടെയുള്ളവർക്കൊന്നും കാരണവന്മാരല്ല, ഈ പെണ്ണുങ്ങളാണ് മൂശാട്ടകൾ. അവർ ബ്രെയിൻ വാഷ് ചെയ്യും. അതായത് അവർക്കുള്ളതിനേക്കാൾ കൂടുതലൊന്നും നമ്മൾ വാങ്ങാൻ പാടില്ല എന്നാണ്. എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാവരും ഇല്ല, ഞാൻ പ്രത്യേകം പറയാം, എല്ലാവരും ഇല്ല. കുറേ എണ്ണത്തിൽ ഇവിടെ നിൽക്കുന്നത് നമ്മളെ നാട്ടിൽ നമ്മളെ കുടുംബം മാത്രമേ ഉള്ളൂ എന്ന് ഇമാതിരി മൂശാട്ട സാധനങ്ങൾ പറഞ്ഞു കേട്ടിടത്തോളം വേറൊരിടത്തും ഇല്ലയെന്ന് തോന്നുന്നു. കുറച്ച് കാരണവന്മാർ ഭരണം നമ്മളെ കുടുംബത്തിനകത്ത് കുറച്ച് കൂടുതലുണ്ട്. അപ്പം പിന്നെ അതിവിടെയുള്ളവർക്കൊക്കെ അറിയാം. അവർ മൂത്ത കാരണവന്മാരെയൊക്കെ പേടിയാണ്. ഒരു ഓല പോലും അടുത്തുള്ളവർക്ക് കൊടുക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എന്തിനാ ഓല, നിങ്ങളെ വീട്ടിലില്ലേ, നിങ്ങളെ തെങ്ങിലില്ലേ, അതങ്ങ് വെട്ടിയാൽ മതി. ഇവിടുത്തെ ഓല കണ്ടിട്ട് പിന്നെ ഇവിടുത്തെ ഓലയും തെങ്ങും കണ്ടിട്ട് നിങ്ങളങ്ങനെ ഇപ്പം ഇതാക്കണ്ടാന്ന്. അതൊക്കെ ഇവരൊക്കെ ചിന്തിക്കണം. ഞാൻ തേങ്ങ ഇതൊക്കെ കൊടുക്കുന്ന ടീമുകളാണ് എല്ലാത്തിനും. ഇപ്പം ഞാൻ കൊടുക്കലൊന്നുമില്ല കേട്ടോ, പിന്നെ അത് ആവശ്യമില്ല. അപ്പം ഞാൻ എല്ലാം കൊടുക്കുന്ന കൂട്ടത്തിലാണ്. എൻ്റെ അമ്മയുടെ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിലാണ്. എൻ്റെ ഫാദറൊന്നും അങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ കാരണം ഇവിടുത്തെ കാരണവന്മാർ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിപ്പിച്ചു, ഇത് വിൽക്കണം. ഞാൻ വിൽക്കൂല എന്ന് പറഞ്ഞു ഒറ്റ കയ്യാലെ നിന്ന് ഇതാക്കി വെച്ചു. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ എങ്ങനെയൊക്കെ നോക്കി കേക്ക് ഉണ്ടാക്കും. അത് കേക്കാണോ, ഇനി അത് ബണ്ണുമില്ല, ബണ്ണിനൊക്കെ സോഫ്റ്റ് ഉണ്ടാവില്ലേ, ചോക്ലേറ്റ് മാതിരി തിരിച്ച് വരാറുണ്ട് ചില സമയങ്ങളിൽ കേക്കായിട്ട്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ നിങ്ങൾ വാങ്ങുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് പിന്നെ വാങ്ങി വയ്ക്കുക. ആരുടെയും അഭിപ്രായം കേട്ടിട്ട് അത് വിൽക്കാനും പിടിക്കാനും നിൽക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാരണവത്തികളൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ ചാവിട്ടി അരച്ച് പുറത്തിറങ്ങണം. എന്തിൻ്റെ ആവശ്യമാണ്, അവരുടെ വീട്ടിലുണ്ട്, അവരത് യൂസ് ചെയ്യുന്നില്ല. അവരുടെക്കാളും നമ്മൾ നല്ലത് വാങ്ങിയില്ലേ. അതുകൊണ്ടുള്ള ചൊരുക്കെന്ന് വെച്ചാൽ അസൂയ, അത് തന്നെ. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല.